ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് 2 രുചികളിൽ 2 തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് റാഗിയും 1/2 കപ്പ് മുതിരയുമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ റാഗിയൊക്കെ കഴിക്കണത് എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ അതുപോലെ തന്നെ നല്ലതാണ് മുതിര കഴിക്കണതും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാവേ. ഇനി ഇത് 6 മണിക്കൂർ നേരം കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 6 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ റാഗിയും മുതിരയും ഒക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതായി എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് അവല് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് 5 മിനിറ്റ് നേരം കുതിർത്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. അവല് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഇതിന് പകരമായിട്ട് ചോറ് ചേർത്തിയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാവേ. ഇത് കുറച്ച് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് അരച്ചിട്ടെടുക്കണത്. ഇനിതായി മാവിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിതായി ഇതുപോലെ ഇളക്കി കൊടുക്കുന്നതും നമ്മുടെ ഈ ഒരു മാവ് നല്ലപോലെ പൊങ്ങി വരാനായിട്ട് സഹായിക്കും. ഇനിതായി മാവൊന്ന് മൂടി വെച്ച് 6 മുതൽ 8 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വയ്ക്കാം. ഞാൻ രാത്രിയിലാണ് നമ്മുടെ മാവൊക്കെ അരച്ച് വെക്കണേ. രാവിലെ ആകുമ്പോഴേക്കും നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇതുപോലെ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടായിരുന്നു ഈ ഒരു മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നാലും ഈ സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. നമുക്കിതായി മാവ് വെച്ചിട്ട് ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ എന്ത് വേണേലും തയ്യാറാക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനിതായി മാവ് കൊണ്ട് ദോശയാണ് തയ്യാറാക്കണേ. അതിനായിട്ട് ദോശത്തവ വെച്ച് കൊടുത്ത ശേഷം ഈ തവയിൽ നിന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാധാ ദോശയെ കഴിഞ്ഞും കുറച്ചും കൂടെ സമയമെടുക്കുവേ നമ്മുടെ ഈ ഒരു ദോശ വെന്ത് കിട്ടാനായിട്ട്. അതുകൊണ്ട് മൂടി വെച്ചോ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചോ വേവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും നന്നായി തന്നെ വേവിച്ചിട്ടെടുക്കാം. ഇത്രേ ഉള്ളൂ റാഗിയും മുതിരയൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ദോശ. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. കഴിക്കാനും നല്ല രുചി തന്നെയാണ്. ഇത് ചൂടോടെ കഴിക്കണതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ചൂട് പോയി കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് അത്ര രസമുണ്ടാവില്ല. ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യണവരാണെങ്കിൽ ഇനി ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് റാഗിയും മുതിരയൊക്കെ വെച്ചിട്ട് ഒരു തവണ ഇങ്ങനെയൊന്ന് ദോശ തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്ക് റാഗി കൊണ്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് റാഗിപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാവേ. നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ആദ്യമേ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നനച്ചെടുക്കണേ കഴിഞ്ഞും ഒന്നും കൂടെ നല്ലത് ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കണതാണ്. ഇതിങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കാം. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കണ സമയത്ത് പഴയപടി ആകണ ഒരു പാകം. ഈ പൊടിയൊക്കെ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. ചെറിയ കട്ടയൊക്കെ ഉള്ളത് പോവാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നമ്മളിവിടെ തയ്യാറാക്കണത് റാഗിപ്പൊടി കൊണ്ടുള്ള പുട്ടാണ്. ഇങ്ങനെ അരിച്ചിട്ട് കൂടെ എടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് പുട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാനിനി ഈ പുട്ട് തയ്യാറാക്കണത് ചിരട്ടയിൽ വെച്ചാണ്. നമ്മൾ ചിരട്ടയിലൊക്കെ വെച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുവാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇതുപോലെ ചിരട്ടയിൽ തന്നെ വെച്ചിട്ട് പുട്ട് തയ്യാറാക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പുട്ടുകുറ്റിയിൽ വെച്ചോ ഇങ്ങനെ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതുപോലെ ചെയ്തോളൂ. ഈ ചിരട്ടയിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുത്ത ശേഷം കുറച്ച് തേങ്ങ ഇതിനുള്ളിലായിട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാവേ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റാഗിപ്പൊടിയും പിന്നെ തേങ്ങയും അങ്ങനെ ലെയറായിട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് കൊടുത്ത ശേഷം ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു പാത്രം വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ചിരട്ട വെച്ച് കൊടുക്കണേ. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്
അപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ പുട്ടൊക്കെ നന്നായി തന്നെ വെന്തിട്ടുണ്ടാവും. അതുപോലെ ചിരട്ട ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണമെന്നില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ കുക്കർ ഉണ്ടാവില്ലേ, അതിൻ്റെ വെയിറ്റ് ഊരി മാറ്റിയ ശേഷം ഈ ചിരട്ട അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പറ്റുമേ. അങ്ങനെ വേവിച്ചെടുക്കാനായിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഈ പുട്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുമേ. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള കുറച്ച് ശർക്കരപ്പൊടിയും ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇതുപോലെ റാഗി പുട്ടൊക്കെ കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. ഈ രീതിയിൽ ഇതുവരെ പുട്ടൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അതുമാത്രമല്ല, നമ്മുടെ ചാനലിൽ ഹെൽത്തി ആയിട്ടുള്ള കുറേ നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കൂടുതൽ നല്ല റെസിപ്പീസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്